ഹലോ, വെൽക്കം ബാക്ക്. കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടാൻ പോവുകയാണ്. കഴിഞ്ഞ തവണത്തെ വീഡിയോസൊക്കെ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പുറമേ കാണുന്ന പോലെയൊന്നുമല്ല. ഒരുപാട് കഷ്ടപ്പാടുണ്ട് നമ്മുടെ ഓരോ വീഡിയോസിനും. വ്യൂസ് ചിലപ്പോൾ ഉണ്ടെങ്കിലും നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല അല്ലേ? നമുക്കിഷ്ടമുണ്ടെങ്കിൽ നമ്മൾ കാണുക, ഇല്ലെങ്കിൽ കാണാതിരിക്കുക. സോറി, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സഹായിക്കുവാണെങ്കിൽ വളരെ ഉപകാരം ഉണ്ടായേനെ. കാര്യം നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയയിലുള്ളവരെ പോലെ നല്ല ബുദ്ധിയുള്ള കണ്ടന്റ്സ് ഉള്ള ഇവരെ പോലുള്ളവര്, അല്ലെങ്കിൽ ഇതുപോലെ കാണിച്ച് ജീവിക്കുന്നവര്, അങ്ങനെയൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ വീഡിയോ ഇടുന്നു, അത്രേ ഉള്ളൂ. ഇനിയും നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് വളരെ കുറവാണ്. ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഇപ്പോൾ യൂട്യൂബിലായാലും വ്യൂസ് ഒരുപാടുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്നറിയോ? അവളിന്റെ കൂടെ ഒരാളുള്ളതാ. അതേടാ, ഞാൻ മഞ്ജുവിന്റെ പെണ്ണാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഫുള്ള് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ചേച്ചിയും ഈ ചേച്ചിയുടെ ഹസ്ബൻഡും വീഡിയോസാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ നല്ല രസമുണ്ട്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞില്ലേ, ഈ ചേച്ചിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ആണിൻ്റെന്നല്ല, നമ്മളൊരു ആളുടെയും സഹായത്തിൽ ജീവിക്കേണ്ട വ്യക്തിയല്ല. നമ്മൾക്കാരും നമുക്ക് ഇന്ന ആള് ധൈര്യം എന്ന് പറയാൻ അങ്ങനെ പറയരുത്. നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവര് കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നവരാണ്. അവര് നിൽക്കില്ല, അവര് പോവും. എല്ലാരും പോകുന്നല്ല, അവര് പോയി കഴിഞ്ഞാൽ നമുക്ക് ആരായിരിക്കും ധൈര്യം ഉണ്ടാവുക? നമുക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ, നമുക്കൊരു ഏണിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് ആര് പോയാലും ആര് വന്നാലും നമുക്കൊരു കുഴപ്പമില്ല അല്ലെ? നമുക്കൊരു ഏണിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആര് പോലും വന്നാലും നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് ജീവിക്കാനുള്ളത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പം ഇന്ന ആള് നമ്മുടെ ധൈര്യം, ഇന്ന ആള് ആണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവാം. പക്ഷെ എന്നും ആ ആൾ കൂടെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് നമ്മൾ ആരെ വെല്ലുവിളിക്കാനോ ഒന്നും പോകരുത്. ഇപ്പോഴത്തെ പെൺപിള്ളേരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് അവരും നമ്മളുടെ കൂടെ കാണാത്തൊരു ടൈം വരും. അപ്പോൾ നമ്മൾ ആരോട് ചോദിക്കും? തെണ്ടി ജീവിക്കോ? ഇല്ല. തെണ്ടി ജീവിക്കോ നമ്മൾ? ഇല്ല. നമ്മൾ തെണ്ടി ജീവിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഒരു ഏണിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതുവഴി ജീവിച്ചേനെ. നമ്മൾ ആരുടെയും സഹായം ഇല്ലാതെ ജീവിച്ചേനെ അല്ലേ? ഇങ്ങനെയൊക്കെ കാണിച്ച് എനിക്കും കൂടി കുറച്ച് റീച്ച് കയറുമെങ്കിൽ ഞാനും കാണിക്കാൻ തയ്യാറാണ്. പക്ഷേ റീച്ച് കിട്ടണ്ടേ? ഞാൻ കാണിച്ചാൽ ഇതിന് റീച്ചില്ല. ഈ ചേച്ചി കാണിച്ചപ്പോൾ റീച്ച് ഉണ്ട്. വളരെ മനോഹരം. ഇതുപോലെ 2-3 വീഡിയോ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും റീച്ച് ആയേനെ. എനിക്കതുപോലെ വരത്തില്ല കേട്ടോ. ഇതുപോലെ വായൊന്നും കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഈ ചേച്ചിനൊക്കെ നന്നായിട്ട് ഞാൻ ചെയ്തേനെ. ഇതിനെക്കുറിച്ച് എന്താ പറയണ്ടേ? ക്രിയേറ്റിവിറ്റി എന്ന് തന്നെ പറയാം. എന്ത് നല്ല വീഡിയോസാണ് എൻ്റെ പൊന്നോ. ഇതൊക്കെ കണ്ടാൽ റീച്ച് കൂടുമല്ലാതെ നമ്മൾ ഈ കിടന്ന് വായിട്ടളിക്കുന്നത് കണ്ടിട്ട് റീച്ച് കൂടും. ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, വ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ട്രെൻഡിനനുസരിച്ച് നമ്മൾ വല്ല ബസ്സിലൊക്കെ കയറിയിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ അടുത്ത് പോയി നിന്നിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുവാണെങ്കിൽ റീച്ചും കിട്ടും. ഇപ്പോഴത്തെ പോലെ ജയിലിലും കിടക്കാം, നമുക്ക് ഓസിന് ഫുഡും അടിക്കാം. എന്ത് നല്ല സൗകര്യങ്ങളാണല്ലേ.